കമേൻ. ഇതാര് രമേഷോ? വാ മോനെ, ഇരിക്കേ. നിങ്ങളുടെ 5 കോടി രൂപ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് സാർ. നാളെ രാവിലെ തന്നെ ആ മിസ്സായ ഫയൽ തിരിച്ചു കിട്ടിയെന്ന് നിങ്ങൾ പറയണം. അതുപോലെ എൻ്റെ ജോലിയും എനിക്ക് തിരിച്ചു വേണം. വൈകുന്നേരം ഞാൻ തന്നെ പണം വീട്ടിലെത്തിച്ചേക്കാം സാർ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം. ഈ 5 കോടി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാരണം ആ ഫയൽ കൊണ്ട് എനിക്ക് ചുരുങ്ങിയത് ഒരു 50 കോടിയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ആ ഫയലിന് തിരിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ജോലിയും എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല. അതിന് പകരമായി ഈ 5 കോടി നീ അങ്ങെടുത്തു. നിനക്കൊരു സെറ്റിൽമെന്റ് കിട്ടിയതുപോലെ ഉണ്ടാവും, എനിക്കും എന്റെ പ്രശ്നം സോൾവ് ആയതുപോലെയാകും. എന്താ മോനെ ആലോചിക്കുന്നത്? നീ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാലും 1 കോടി പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനും നല്ലൊരു ഭാഗ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ സാർ വീട്ടിൽ പണം എടുക്കാൻ വേണ്ടി ആളയച്ചത്? ഇതുപോലെ 5 കോടിയും കൊണ്ട് നീ എന്റെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെ വന്നാൽ ആ ഫയൽ ഞാൻ തിരിച്ചു തരാൻ ബാധ്യസ്ഥനുമല്ലേ? എന്താ ആലോചിക്കുന്നത്? നിനക്ക് കഷ്ടപ്പെടാതെ ഒരു എമൗണ്ടും കയ്യിൽ കിട്ടും, എനിക്ക് ഈ പ്രശ്നം സോൾവ് ആയൊരു സമാധാനം ഉണ്ടാവും. എൻ്റെ അച്ഛൻ്റെ ജീവന് നിങ്ങൾ 5 കോടി രൂപ വിലയിടുകയാണോ സാർ? പണത്തിന് എല്ലാവരും പ്രാധാന്യം കൊടുക്കണമെന്നില്ല സാർ. എന്താ പ്രാധാന്യം കൊടുത്താല്? പണത്തിനേക്കാൾ വലുത് എന്താ ഉള്ളത്? നാളെ രാവിലെ ഫയലും തിരിച്ചു കിട്ടണം, എൻ്റെ ജോലിയും തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ വിചാരിച്ച നാളെ നീ വെളിച്ചം കാണില്ല. ഈ രമേശിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറിന്. ഇവനെന്താ 5 കോടി വേണ്ടാന്ന് പറഞ്ഞു പോയത്? ഇവനൊന്നും നേരാവാൻ പോണില്ല. ഇവനൊന്നും പണത്തിന്റെ വില അറിയില്ല. ഹലോ, ഇപ്പോ ഹലോ, ഞാൻ പറഞ്ഞ ഡീൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് തെറ്റുപറ്റി. മോനെ രമേശേ, ഇന്നലെ നിന്നെ വിടാൻ പാടില്ലായിരുന്നു, പക്ഷെ നീ എസ്കേപ്പായി. എത്രയും വേഗം നാട് വിടുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല സാർ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളകത്ത് പോകാൻ പോകുന്ന
എന്നെ അകത്താക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോ? സാർ ഒന്ന് തിരിഞ്ഞു നിന്ന് ടി വി ഓൺ ചെയ്തൊന്ന് ന്യൂസ് വെച്ചേ. അതെ സാർ, നടന്നത് മുഴുവൻ ഞാൻ പറയാം. കാരണം എൻ്റെ മനസ്സ് കിടന്ന് വിങ്ങുക. എൻ്റെ സീനിയർ ഓഫീസർ പ്രകാശ് കുമാർ ഒരു ഫയൽ മോഷ്ടിച്ചു എന്നുള്ള പഴി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് മിസ്റ്റർ വിജയരാഘവന്റെ മേൽ ചുമത്തി. അതിൻ്റെ അപമാനം സഹിക്ക വയ്യാതെ ആള് സൂയിസൈഡ് ചെയ്യുക ചെയ്തത്. അത് ഇദ്ദേഹത്തിന് സൗകര്യമായി. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാം? എങ്ങനെയാ വിശ്വസിക്കാന്ന് ചോദിച്ചാ എല്ലാറ്റിനും കൂടെ പോയത് ഞാൻ തന്നെയാ. ഞാൻ ഐ വിറ്റ്നസ്. എങ്ങനെ അയാൾ എൻ്റെ ഭാഗത്ത് വന്നതെന്ന് ആലോചിക്കായിരിക്കുമല്ലേ? എല്ലാം പണമല്ലേ സാർ? ഇതെനിക്ക് നിങ്ങൾ പറഞ്ഞെന്ന ഐഡിയ. നിങ്ങളുടെ 5 കോടി രൂപ ഞാൻ അയാൾക്ക് കൈക്കൂലിയായിട്ട് കൊടുത്ത് സത്യം പറയിപ്പിച്ചതാ. നിങ്ങളുടെ പണം നിങ്ങൾക്ക് തന്നെ യമനായിട്ട് മാറിയത് കണ്ടില്ലേ? അധിക പണം ആപത്താണ് സാർ. ഗുഡ് ബൈ. എടാ പൊട്ടാ, മീഡിയക്കാരൻ എന്തിനാ ഇതെല്ലാം പറഞ്ഞേ? ഞാൻ കുടുങ്ങിയ നീ അകത്താകില്ല. സാർ, നിങ്ങൾക്ക് കിട്ടിയ 50 കോടിയിൽ നിന്ന് 5 ലക്ഷം രൂപ എനിക്ക് തന്നത്. ആ പയ്യൻ 5 കോടിയാണ് എനിക്ക് തന്നത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മണിയടിച്ചാലും ഇത്രയും പണം എനിക്ക് സമ്പാദിക്കാൻ പറ്റും. ബൈ. ഏട്ടാ, ചോറെടുക്കാൻ മറന്നു. താങ്ക്സ്. ഹലോ, എന്താ യമന? എന്നെ എടുത്തോണ്ട് പോയി വീട്ടിലാക്കില്ലേ? അന്ന് നീ ഗർഭിണിയായോണ്ടാ ഞാൻ എടുത്തോണ്ട് പോയത്. ഇപ്പം നിന്നെ എടുത്തോണ്ട് പോയി ഈ നാട്ടുകാരൊക്കെ എന്താ വിചാരിക്കുക? നീ നടന്നു പോയേ. ചെല്ല. കരുതിക്കൂട്ടിയല്ലേ ചോറെടുക്കാതെ പോയത്? നിന്റെ കയ്യിലെ ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു, അത് തരാൻ പാടില്ലായിരുന്നു. ആ ഇഡലി ഉണ്ടാക്കുന്ന ചേച്ചി നമ്മളെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കില്ലേ? അതുകൊണ്ട് ആ തള്ള എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ?